പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതായത് ചാപ്റ്റർ 1-ൻ്റെ രണ്ടാം ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പാർട്ട് 2ആണിത്. ഈ പാഠഭാഗത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ പാഠഭാഗത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അഥവാ ഫൈനൽ അക്കൗണ്ട്സ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തയ്യാറാക്കുന്ന വാർഷിക കണക്കുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. നിങ്ങളേവരും അത് ഓർക്കുന്നുണ്ടാവുമല്ലോ. ആ പഴയ ക്ലാസ്സിൽ നിന്നും ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തയ്യാറാക്കുന്ന ഫൈനൽ അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് ഓർത്തെടുത്ത് നോക്കൂ. ഒന്നാമതായി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ദെൻ രണ്ടാമത്തത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, മൂന്നാമത്തേതായിരുന്നു മൂന്നാമത്തെ ഭാഗം ബാലൻസ് ഷീറ്റ് തയ്യാറാക്കലാണ്. അപ്പോൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നീ 3 ഭാഗങ്ങളായിട്ടാണ്. ഇതിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ്. ആദ്യം തന്നെ എന്താണ് ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്? It is prepared at the end of the accounting year on the basis of cash receipts and cash payments recorded in the cash book. നമുക്കറിയാം, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഡെയിലി ബേസിസിൽ ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നുണ്ട്. ആ ക്യാഷ് ബുക്കിൽ എല്ലാ റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരു സമ്മറി തയ്യാറാക്കി ആ സമ്മറിയാണ് നമ്മൾ വർഷാവസാനം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിലേക്ക് പരിഗണിക്കുന്നത്. അപ്പോൾ വർഷാവസാനം ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുന്ന സമയത്ത് ആദ്യമായിട്ട് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടാണ് തയ്യാറാക്കേണ്ടത്. എല്ലാ ക്യാഷ് റെസിപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതിൽ നിന്നും കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസ് അണ്ടർ വേരിയസ് ഹെഡ്സ്. ഇപ്പോൾ ക്യാഷ് ബുക്കിൽ പല ഹെഡിങ്ങിലായിട്ട് വിവിധ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഉണ്ടാവും. ആ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സിൻ്റെ ഒരു സമ്മറിയാണ് ഇവിടെ നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. മോറോവർ, റെസിപ്റ്റ്സ് ആർ റെക്കോർഡഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് വൈൽ പേയ്മെൻറ്റ്സ് ആർ എൻറ്റേർഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ആദ്യമായി അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ റെസിപ്റ്റ്സ് ഒക്കെ ഡെബിറ്റ് സൈഡിൽ, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ റെസിപ്റ്റ്സ് ആണ് ആദ്യം രേഖപ്പെടുത്തുന്നത്, അതായത് ഡെബിറ്റ് സൈഡിൽ എല്ലാത്തരം റെസിപ്റ്റ്സും രേഖപ്പെടുത്തുന്നു, എന്നാൽ ക്രെഡിറ്റ് സൈഡിൽ എല്ലാ പേയ്മെൻറ്റ്സും. അതുകൊണ്ടാണ് അതിൻ്റെ പേര് തന്നെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്നാണ്. റെസിപ്റ്റ്സിനെ ഡെബിറ്റ് സൈഡിലും എല്ലാ പേയ്മെൻറ്റ്സിനെയും ക്രെഡിറ്റ് സൈഡിലുമാണ് രേഖപ്പെടുത്തുന്നത്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഫോർമാറ്റാണ് നമ്മൾ പരിചയപ്പെടുന്നത്. മോണിറ്റർ ശ്രദ്ധിക്കുക. ടൈറ്റിൽ നൽകുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ്. ഒരു കാലയളവിലേക്കുള്ള, അതായത് ഒരു പീരീഡ് സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആണ് നമ്മളിവിടെ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ടൈറ്റിൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ്. ക്ലോസിംഗ് ഡേറ്റ് ആണ് അവിടെ കാണിക്കേണ്ടത്. റെസിപ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ ഡെബിറ്റ് സൈഡാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിലാണ് എല്ലാ റെസിപ്റ്റ്സും രേഖപ്പെടുത്തുന്നത്. ദെൻ ക്രെഡിറ്റ് സൈഡിൽ എല്ലാ പേയ്മെൻറ്റ്സും. ആദ്യമായിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഓപ്പണിംഗ് ബാലൻസ് ആണ് രേഖപ്പെടുത്തുന്നത്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ഒന്നിൽ ക്യാഷ് ഇൻ ഹാൻഡ് ആവാം, അതോടൊപ്പം തന്നെ ക്യാഷ് അറ്റ് ബാങ്ക് ആവാം. ഓപ്പണിംഗ് ബാലൻസ് ആദ്യം രേഖപ്പെടുത്തുന്നു. ഡെബിറ്റ് സൈഡിൽ ആണ് സാധാരണഗതിയിൽ എപ്പോഴും ക്യാഷ് ബാലൻസ് ഡെബിറ്റ് സൈഡിലായിരിക്കും, ക്യാഷ് ഇൻ ഹാൻഡ്. പക്ഷെ ബാങ്കിൽ വേണമെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആവാം ഓപ്പണിംഗ് ബാലൻസ്. നമുക്കറിയാം, ഓവർഡ്രാഫ്റ്റിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ബാങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ഓവർഡ്രാഫ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഓവർഡ്രാഫ്റ്റ് ആണെങ്കിൽ അവിടെ ക്രെഡിറ്റ് സൈഡിലും ഓപ്പണിംഗ് ബാലൻസ് വരും. ദെൻ എല്ലാ റെസിപ്റ്റ്സും ഡെബിറ്റ് ചെയ്യുന്നു. ഏതൊക്കെയാണോ ആ വർഷത്തെ റെസിപ്റ്റ് ആയിട്ടുള്ളത്, വിവിധ ഹെഡിങ്ങുകളിലുള്ള എല്ലാ റെസിപ്റ്റ്സും, എല്ലാത്തരം റെസിപ്റ്റ്സും ഇവിടെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നു 1 by 1 ആയിട്ട്. ദെൻ ക്രെഡിറ്റ് സൈഡിൽ എല്ലാത്തരം പേയ്മെൻറ്റ്സും ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. ദെൻ
എല്ലാ റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സും രേഖപ്പെടുത്തിയതിന് ശേഷം ടോട്ടൽ ചെയ്യുന്നു. നമുക്കറിയാം സാധാരണ ഇതിൽ എപ്പോഴും റെസീപ്റ്റ് സൈഡിലായിരിക്കും കൂടുതൽ എമൗണ്ട്. റെസീപ്റ്റ് സൈഡ് ടോട്ടൽ ചെയ്യുന്നു, അതേ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നു. ദെൻ ക്ലോസിംഗ് ബാലൻസ് രേഖപ്പെടുത്തുക, ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട്. അവിടെ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ടു ബാങ്ക് എത്രയാണെന്ന്, അതായത് ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കുന്നു. ചില അവസരങ്ങളിൽ ബാങ്കിന് ഓവർഡ്രാഫ്റ്റ് ആണെങ്കിൽ അവിടെ ഡെബിറ്റ് സൈഡിൽ ക്ലോസിംഗ് ബാലൻസ് വരും, ബാങ്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് അവിടെ ഡെബിറ്റ് സൈഡിൽ ചില സാഹചര്യങ്ങൾ വരാറുണ്ട്. അതാണ് അവിടെ ബാലൻസ് ക്യാരി ഡൗൺ ഓവർഡ്രാഫ്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട റെസീപ്റ്റ്സുകൾ? ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ സാധാരണ രേഖപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട റെസീപ്റ്റുകളാണ്. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഡൊണേഷൻ എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്. ജനറൽ ഡൊണേഷൻ ഉണ്ട്, സ്പെസിഫിക് പർപ്പസ് ഡൊണേഷൻ ഉണ്ട്. പൊതുവായിട്ടുള്ള സംഭാവനകളും പ്രത്യേക ആവശ്യങ്ങൾക്ക് സ്വീകരിക്കുന്ന സംഭാവനകളുമുണ്ട്. രണ്ടാമതായി എൻട്രൻസ് ഫീസാണ്, അംഗങ്ങൾക്കുള്ള പ്രവേശന ഫീസ്. അടുത്തായിട്ട് ലെഗസീസ്, അതായത് ഒരാളുടെ വിൽപത്രം പ്രകാരം ലഭിക്കുന്ന സ്വത്ത് തുകയാണ് അവിടെ ലെഗസീസ് വരുന്നത്. അപ്പോൾ പണമായിട്ടാണ് ലഭിക്കുന്നതെങ്കിൽ ലെഗസീസ് റെസിപ്റ്റായിട്ട് കാണിക്കേണ്ടതുണ്ട്. ദെൻ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് 4th വൺ. ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുക റെസിപ്റ്റാണ്. 5ാമതായിട്ട് ഫിക്സഡ് അസറ്റ് വിറ്റ് കിട്ടുന്ന തുകയാണ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ദെൻ സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ്. നമുക്കറിയാം ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രധാന റെസിപ്റ്റാണ് സബ്സ്ക്രിപ്ഷൻസ് ഫ്രം മെമ്പേഴ്സ്, അംഗങ്ങളിൽ നിന്നുള്ള വരിസംഖ്യ. ദെൻ ലൈഫ് മെമ്പർഷിപ്പ് ഫീസാണ്, അംഗങ്ങളിൽ നിന്ന് കിട്ടുന്ന ആജീവനാന്ത വരിസംഖ്യയാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, അത് റെസിപ്റ്റാണ്. ആൻഡ് ഓൾസോ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, പഴയ ന്യൂസ് പേപ്പർ വിറ്റ് കിട്ടുന്ന തുക. സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ്, ഒരു സ്പോർട്സ് ക്ലബ്ബൊക്കെ ആണെങ്കിൽ പഴയ സ്പോർട്സ് മെറ്റീരിയൽസ് വിറ്റ് കിട്ടുന്ന തുക റെസിപ്റ്റാണ്. ദെൻ 10ാമതായിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് കിട്ടുന്ന പലിശ, അത് റെസിപ്റ്റാണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിവിഡൻഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഷെയറിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിബഞ്ചറിലാണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ ഷെയറിലാണെങ്കിൽ അതിന് ഡിവിഡൻഡ് ലഭിക്കും. അത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ലഭിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് റെസിപ്റ്റാണ്. ആൻഡ് ഓൾസോ 12th വൺ പ്രൊസീഡ്സ് ഫ്രം ചാരിറ്റി ഷോസ്, ചാരിറ്റി ഷോകൾ കണ്ടക്ട് ചെയ്തിട്ട് ലഭിക്കുന്ന തുക അവിടെ റെസിപ്റ്റാണ്. 13ാമതായിട്ട് സെയിൽ ഓഫ് സ്ക്രാപ്പ്, അതായത് പഴയ വസ്തുക്കളൊക്കെ വിറ്റ് കിട്ടുന്ന തുക, അതായത് ആക്രി സാധനങ്ങളൊക്കെ വിറ്റ് കിട്ടുന്ന തുകയാണ്. ദെൻ ഗ്രാന്റ് ഇൻ എയ്ഡ്, ഗവൺമെൻറ് ഏജൻസികളിൽ നിന്നോ മറ്റ് അതോറിറ്റീസിൽ നിന്നോ ലഭിക്കുന്ന ധനസഹായം ഗ്രാന്റ് ഇൻ എയ്ഡ് ആയിട്ട് ലഭിക്കാറുണ്ട്. ദെൻ ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ഓൺ സ്പെസിഫിക് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രത്യേക ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, അതായത് ടൂർണമെൻറ്റ് ഫണ്ട് പോലെയുള്ള പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിച്ചത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റെസിപ്റ്റാണ്. ആൻഡ് അഗെയിൻ മിസലേനിയസ് റെസിപ്റ്റ്സ്. ഇതൊക്കെയാണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് സാധാരണ ലഭിക്കാറുള്ള റെസിപ്റ്റ്. ഇതിൽ ചിലത് ക്യാപിറ്റൽ റെസിപ്റ്റാണ്, മറ്റു ചിലവയാകട്ടെ റവന്യൂ റെസിപ്റ്റ്സ് ആണ്. റവന്യൂ റെസിപ്റ്റ് ആണെങ്കിലും ക്യാപിറ്റൽ റെസിപ്റ്റ് ആണെങ്കിലും അതിനെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പേയ്മെൻറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. പേയ്മെൻറ്റ്സിൽ പ്രധാനപ്പെട്ട പേയ്മെൻറ്റ്സ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് മോണിറ്റർ ശ്രദ്ധിക്കുക. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആണ് ഒന്നാമതായിട്ട്. 2, പർച്ചേസ് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ്, സ്പോർട്സ് ക്ലബ്ബൊക്കെ ആണെങ്കിൽ സ്പോർട്സ് മെറ്റീരിയൽ വാങ്ങുന്നത്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സെക്യൂരിറ്റീസ്, ഏതെങ്കിലും സെക്യൂരിറ്റീസ് ഒക്കെ വാങ്ങുന്നത്, ഗവൺമെൻറ് സെക്യൂരിറ്റികളാവാം അല്ലെങ്കിൽ ഷെയർ പോലെയുള്ള സെക്യൂരിറ്റികളാവാം, അവയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഒരു പേയ്മെൻ്റ് ആണ്. ദെൻ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി. Then 5th one is postage and courier charges. Then advertisement expenses അടുത്തത്. Then wages and salary. Then honorarium, അതായത് വിശിഷ്ട വ്യക്തികൾക്കൊക്കെ നൽകുന്ന പ്രതിഫല തുകയാണ്. ക്ലബ്ബുകളിലൊക്കെ സെലിബ്രിറ്റീസൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ സാധാരണത്തിൽ ഒരു നിശ്ചിത തുക പ്രതിഫലം കൊടുക്കാറുണ്ട്. അതിനെ ഹോണറേറിയം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ദെൻ ടെലിഫോൺ ചാർജ് ഉണ്ട്,
ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ചാർജസ്, റിപ്പയർ ആൻഡ് റിന്യൂവൽസ്, അപ്കീപ്പ് ഓഫ് പ്ലേ ഗ്രൗണ്ട്, സ്പോർട്സ് ക്ലബ്ബുകളൊക്കെ ആണെങ്കിൽ അവിടെ പ്ലേ ഗ്രൗണ്ടിൻ്റെ അപ്കീപ്പിങ്ങിന് വേണ്ടി വരുന്ന ചിലവുകൾ പേയ്മെൻ്റ് ആയിട്ട് വരുന്നതാണ്. കൺവെയൻസ് ചാർജസ്, യാത്രാ ചെലവുകളാണ്. ദെൻ സബ്സ്ക്രിപ്ഷൻ ഫോർ പീരിയോഡിക്കൽസ്, മാഗസിൻസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വരിസംഖ്യ അടയ്ക്കേണ്ടതുണ്ട്, അതൊരു പേയ്മെൻ്റ് ആണ്. ദെൻ ഓഡിറ്റ് ഫീസ്, കണക്കുകളൊക്കെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ഓഡിറ്റർക്ക് നൽകേണ്ട ഫീസ്. ദെൻ എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ്, ടീ സ്നാക്സ് ഒക്കെ വരുന്നവർക്ക് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അത് എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ് ആയിട്ട് ആണ് ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ മുനിസിപ്പൽ ടാക്സസ്, മുനിസിപ്പൽ അതോറിറ്റീസിന് ചിലപ്പോൾ നികുതി അടയ്ക്കേണ്ടി വരുന്നുണ്ടാവാം. ദെൻ ചാരിറ്റി, സംഭാവനകൾ നമ്മൾ നൽകുന്നുണ്ടാവാം, ചാരിറ്റി പർപ്പസിന് വേണ്ടി സംഭാവനകൾ നൽകുന്നുണ്ടാവാം, അത്തരം ചാരിറ്റികൾ. ദെൻ ഇൻഷുറൻസ് തുക, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട പേയ്മെൻറ്റ്സ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് വി ഷാൽ ഡിസ്കസ് അബൌട്ട് ദ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. ഒന്നാമതായി, ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ദ ക്യാഷ് ബുക്ക്. ഇറ്റ്സ് ഫോം ഈസ് ഐഡന്റിക്കൽ വിത്ത് ദാറ്റ് ഓഫ് എ സിമ്പിൾ ക്യാഷ് ബുക്ക്. ഇതൊരു ക്യാഷ് ബുക്കിൻ്റെ സമ്മറിയാണ് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ ഇത് സാധാരണ തയ്യാറാക്കുന്നത് ഒരു സിമ്പിൾ ക്യാഷ് ബുക്ക്, നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അതായത് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഒറ്റ എമൗണ്ട് കോളം മാത്രമുള്ള ഒരു ക്യാഷ് ബുക്ക്, അതേ ഫോർമാറ്റിലാണ് ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. നമ്മൾ ഫോർമാറ്റ് കണ്ടതാണ്. അപ്പോൾ ഒരു സിമ്പിൾ ക്യാഷ് ബുക്ക് എങ്ങനെ തയ്യാറാക്കുന്നോ അതുപോലെ തന്നെയാണ് ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. Then secondly, it shows the total amount of all receipts and payments irrespective of the period to which they pertain. It shows the total amount of all receipts and payments. എല്ലാ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സിൻ്റെയും ആകെത്തുകയാണ് ഇതിൽ കാണിക്കുക. ആ വർഷത്തിലുള്ള ആകെത്തുകയായിരിക്കും ഇവിടെ കാണിക്കുക. അവിടെ ആ വർഷം ലഭിച്ചതും കൊടുത്തതും, അത് ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തേതായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷത്തേക്കുള്ളതായിരിക്കാം. ഈ വർഷം ലഭിച്ചതാണെങ്കിൽ അല്ലെങ്കിൽ ഈ വർഷം കൊടുത്തതാണെങ്കിൽ അത് തീർച്ചയായിട്ടും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തണം. അത് ഏത് കാലയളവിലെയാണെന്നുള്ളത് പ്രസക്തമല്ല. ഈ വർഷം ലഭിച്ചതാണോ, തനത് വർഷം ലഭിച്ചതാണോ, തനത് വർഷം കൊടുത്തതാണോ എന്നതിനെ ആശ്രയിച്ചാണ് റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സും രേഖപ്പെടുത്തേണ്ടത്. അല്ലാതെ ഏത് വർഷത്തെ റെസിപ്റ്റാണ് പേയ്മെൻറ്റ്സ് ആണെന്നുള്ളത് ഇവിടെ ഇറലവൻ്റ് ആണ്, അല്ലെങ്കിൽ പരിഗണിക്കേണ്ടതില്ല. സോ ഇറസ്പെക്റ്റീവ് ഓഫ് ദ പീരീഡ് ടു വിച്ച് ദ പെർട്ടൈൻ, ആ തുക ഏത് കാലയളവിലെയാണെന്ന് നോക്കാതെ ലഭിച്ചത് എപ്പോഴാണ് അല്ലെങ്കിൽ കൊടുത്തത് എപ്പോഴാണെന്ന് മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ. Then thirdly, it includes all receipts and payments whether they are of capital nature or of revenue nature. ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. എല്ലാ തരത്തിലുള്ള റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സും, അവിടെ യാതൊരു തരംതിരിവുമില്ല. ക്യാപിറ്റൽ എന്നോ റവന്യൂ എന്നോ ഉള്ള തരംതിരിവില്ല. നമുക്കറിയാം, ചില റെസിപ്റ്റ്സ് അല്ലെങ്കിൽ പേയ്മെൻറ്റ്സ് ക്യാപിറ്റൽ നേച്ചർ ആയിരിക്കും, മറ്റുള്ളവ റവന്യൂ നേച്ചർ ആകും. അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള റവന്യൂ നേച്ചറുള്ളതാണെങ്കിലും ക്യാപിറ്റൽ നേച്ചറുള്ളതാണെങ്കിലും അവിടെ റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സും ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ തന്നെ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. ദെൻ ഫോർത്തിലി, നോ ഡിസ്റ്റിങ്ഷൻ ഈസ് മെയ്ഡ് ഇൻ റെസിപ്റ്റ്സ് ഓർ പേയ്മെൻറ്റ്സ് മെയ്ഡ് ഇൻ ക്യാഷ് ഓർ ത്രൂ ബാങ്ക്. ഇവിടെ ബാങ്കിലൂടെയുള്ള പേയ്മെൻറ്റ്സ് ആണെങ്കിലും റെസിപ്റ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ത്രൂ ക്യാഷ് ആയിട്ടുള്ള റെസിപ്റ്റോ പേയ്മെൻറ്റോ ആണെങ്കിലും ഇതിൽ തന്നെയാണ് ഉൾപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഒരു ബിസിനസ് കൺസേൺ ആണെങ്കിൽ അവിടെ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. എന്നാൽ ഇവ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഒന്നിച്ചാണ് രേഖപ്പെടുത്തുന്നത്. ക്യാഷ് ഇടപാടുകളും ബാങ്ക് ഇടപാടുകളും ഒരേ സമയത്ത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ രേഖപ്പെടുത്താൻ കഴിയും. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ അഞ്ചാമത്തെ പ്രത്യേകതയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ദ നോൺ ക്യാഷ് ഐറ്റംസ് സച്ച് ആസ് ഡിപ്രീസിയേഷൻ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകം എക്സെട്ര ആർ നോട്ട് ഷോൺ ഇൻ ദിസ് അക്കൗണ്ട്. അതായത് നോൺ ക്യാഷ് ഐറ്റംസ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകം, ഇവയൊന്നും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്താറില്ല. നോൺ ക്യാഷ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പണം കൊടുക്കേണ്ടതില്ലാത്ത ചെലവുകളാണ്. ചെലവുകളായിട്ട് പരിഗണിക്കുന്നുണ്ടെങ്കിലും
അവയ്ക്ക് പ്രത്യേകമായിട്ട് ഒരു ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ഉണ്ടാകുന്നില്ല. പണം നൽകേണ്ടതില്ലാത്ത ചിലവുകളാണ് നോൺ ക്യാഷ് ഐറ്റംസ്. അത്തരം നോൺ ക്യാഷ് ഐറ്റംസ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതില്ല. ദെൻ ആറാമതായി, റെസീപ്റ്റ്സ് ആർ റെക്കോർഡഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് വൈൽ പേയ്മെൻറ്റ്സ് ആർ എൻറ്റേർഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. റെസീപ്റ്റ്സ് ഡെബിറ്റ് സൈഡിലും പേയ്മെൻറ്റ്സ് ക്രെഡിറ്റ് സൈഡിലുമാണ് രേഖപ്പെടുത്താറുള്ളത്. അതിൻ്റെ പേര് തന്നെ നമുക്ക് അതിനൊരു ക്ലാരിറ്റി നൽകുന്നുണ്ട്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ റെസീപ്റ്റ്സ് ആണ് ആദ്യം രേഖപ്പെടുത്തുന്നത്, അതായത് ഡെബിറ്റ് സൈഡിൽ, പേയ്മെൻറ്റ്സ് ക്രെഡിറ്റ് സൈഡിൽ. അതുകൊണ്ടാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്നുള്ള പ്രയോഗം കറക്റ്റായി മാറുന്നത്. ദെൻ ഏഴാമതായി, ഇറ്റ് ബിഗിൻസ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ഓർ ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് അറ്റ് ബാങ്കോ ആണ്. അതായത് ക്ലോസിംഗ് ബാലൻസ് പിന്നീട് അവസാനമായി ക്ലോസിംഗ് ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഇൻ ദിസ് അക്കൗണ്ട് ഈസ് യൂഷ്വലി എ ഡെബിറ്റ് ബാലൻസ് റിഫ്ലക്റ്റ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് അൺലെസ് ദർ ഈസ് എ ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് അവിടെ സാധാരണഗതിയിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അത് ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് അറ്റ് ബാങ്കോ ആയിരിക്കും. എന്നാൽ ചില അവസരങ്ങളിൽ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് വരാം. അതായത് ബാങ്കിൽ ഓവർഡ്രാഫ്റ്റ് ആണെങ്കിൽ അവിടെ ക്ലോസിംഗ് ബാലൻസ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. സോ ദീസ് ഓൾ ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. തുടർന്ന് നമുക്ക് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, take the opening balance of the cash in hand and bank and enter them on the debit side. In case there is bank overdraft at the beginning of the year, enter the same on the credit side of this account. ഓപ്പണിംഗ് ബാലൻസ് രേഖപ്പെടുത്തുകയാണ് ആദ്യം വേണ്ടത്. സാധാരണഗതിയിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് അവ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നു. എന്നാൽ അപൂർവം ചില സാഹചര്യങ്ങളിൽ ബാങ്കിൽ ഓവർഡ്രാഫ്റ്റ് ആണെങ്കിൽ വർഷാരംഭത്തിലുള്ള ബാങ്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അവിടെ ക്യാഷ് ബാലൻസ് ഡെബിറ്റ് സൈഡിലും ബാങ്ക് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലും ഒരേ സമയത്ത് രേഖപ്പെടുത്തണം. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഷോ ദ ടോട്ടൽ എമൗണ്ട്സ് ഓഫ് ഓൾ റെസീപ്റ്റ്സ് ഓൺ ഇറ്റ്സ് ഡെബിറ്റ് സൈഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദർ നേച്ചർ, ദറ്റ് ഈസ് ക്യാപിറ്റൽ എന്നോ റവന്യൂ എന്നോ പരിഗണിക്കാതെ, ആൻഡ് വെദർ ദേ പെർട്ടൈൻ ടു പാസ്റ്റ് കറണ്ട് ആൻഡ് ഫ്യൂച്ചർ പീരീഡ്സ്. അപ്പോൾ രണ്ടാമതായിട്ട് എല്ലാ റെസീപ്റ്റ്സും ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ റെസീപ്റ്റ്സ് പരിഗണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാത്തരം റെസീപ്റ്റ്സും, അതായത് ക്യാപിറ്റൽ എന്നോ റവന്യൂ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാ റെസീപ്റ്റ്സും ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. അതോടൊപ്പം തന്നെ അവിടെ കാലയളവ് പരിഗണിക്കേണ്ടതില്ല. ഏത് കാലയളവിലുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ആ കറണ്ട് ഇയറിൽ ലഭിച്ച തുക മുഴുവനും രേഖപ്പെടുത്താവുന്നതാണ്. ചിലപ്പോൾ അത് കഴിഞ്ഞ വർഷത്തെ ആയിരിക്കാം, പ്രീവിയസ് ഇയറിലെ, പാസ്റ്റിലെ ആയിരിക്കാം. അതോടൊപ്പം തന്നെ കറണ്ട് ഇയറിലെ തനത് വർഷത്തെ ഉണ്ടാവും. ചിലപ്പോൾ ഫ്യൂച്ചറിലെ, അതായത് നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡിലേത് മുൻകൂർ ലഭിച്ച തുകയുണ്ടാവാം. എല്ലാ തരത്തിലുള്ള തുകയും ഇവിടെ പരിഗണിക്കാം. ആ വർഷം ലഭിച്ച തുകയാണെങ്കിൽ അവയെ പരിഗണിക്കാം. അത് കഴിഞ്ഞ വർഷത്തെ ആവാം, ഈ വർഷത്തെ ആവാം, അല്ലെങ്കിൽ അടുത്ത വർഷത്തെ ആവാം. അപ്പോൾ കാലയളവ് നോക്കാതെ ഈ വർഷം ലഭിച്ചതാണെങ്കിൽ അവ പരിഗണിക്കണം. അതോടൊപ്പം തന്നെ എല്ലാത്തരം റെസീപ്റ്റ്സും പരിഗണിക്കണം, ക്യാപിറ്റൽ നേച്ചറുള്ളതും റവന്യൂ നേച്ചറുള്ളതും. ദെൻ മൂന്നാമതായി, ഷോ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഓൾ പേയ്മെൻറ്റ്സ് ഓൺ ഇറ്റ്സ് ക്രെഡിറ്റ് സൈഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് നേച്ചർ, ക്യാപിറ്റൽ എന്നോ റവന്യൂ നോക്കണ്ട, ആൻഡ് വെദർ ദ പെർട്ടൈൻ ടു പാസ്റ്റ് കറണ്ട് ഓർ ഫ്യൂച്ചർ പീരീഡ്സ്. അപ്പോൾ അവിടെ റെസീപ്റ്റ് പോലെ തന്നെ പേയ്മെൻറ്റ്സ്, അത് ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് ആവാം, റവന്യൂ പേയ്മെൻറ്റ്സ് ആവാം, പരിഗണിക്കണം. ക്രെഡിറ്റ് സൈഡിൽ എല്ലാത്തരം പേയ്മെൻറ്റ്സിനെയും അവിടെ ഉൾപ്പെടുത്തണം. ദെൻ അത് ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തേതായിരിക്കാം, അല്ലെങ്കിൽ ഈ വർഷത്തേതായിരിക്കാം, അടുത്ത വർഷത്തേതായിരിക്കാം. ആ കാലയളവ് മൈൻഡ് ചെയ്യേണ്ടതില്ല. എല്ലാത്തരം റെസീപ്റ്റ്സും കാലയളവ് നോക്കാതെ ഈ വർഷം ലഭിച്ചതാണെങ്കിൽ, ഈ വർഷം നൽകിയതാണെങ്കിൽ അവയെ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. എല്ലാത്തരം പേയ്മെൻറ്റ്സും ക്രെഡിറ്റ് ചെയ്യുന്നു. അത് ക്യാപിറ്റൽ ആവാം, റവന്യൂ ആവാം, അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തേതാവാം, ഈ വർഷത്തേതാവാം, അടുത്ത വർഷത്തേതാവാം. അപ്പോൾ കാലയളവ് നോക്കാതെ ഈ വർഷം കൊടുത്ത തുകയാണെങ്കിൽ അതിനെ പരിഗണിക്കുക.
അതോടൊപ്പം തന്നെ എല്ലാത്തരം പേയ്മെൻറ്റ്സും ക്യാപിറ്റലും റവന്യൂവും ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട്. എല്ലാത്തരം പേയ്മെൻറ്റ്സും അവിടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് none of the receivable income and payable expenses is to be entered in this account as they do not involve inflow or outflow of cash. ഇവിടെ കിട്ടാനുള്ള വരുമാനമോ അല്ലെങ്കിൽ കൊടുക്കാനുള്ള ചെലവുകളോ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെയൊന്നും പൈസ കൊടുക്കുകയോ പൈസ കിട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇൻഫ്ലോയോ ഔട്ട്ഫ്ലോയോ ക്യാഷിൻ്റെ ഉണ്ടാകാത്തത് കൊണ്ട് കിട്ടാനുള്ള തുകയോ കൊടുക്കാനുള്ള ചെലവുകളോ ഒന്നും നമ്മളിവിടെ പരിഗണിക്കുന്നില്ല. സോ നൺ ഓഫ് ദ റിസീവബിൾ ഇൻകം ആൻഡ് പേയബിൾ എക്സ്പെൻസ് ഈസ് ടു ബി entered in this account as they do not involve inflow or outflow of cash. Then fifthly, no non-cash items such as depreciation, outstanding expense, accrued income, etc. are shown in this account. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നോൺ ക്യാഷ് ഐറ്റം ഒന്നും തന്നെ ഇവിടെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ദെൻ ആറാമതായി ലാസ്റ്റ് സ്റ്റെപ്പ്, ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ ഓഫ് ഡെബിറ്റ് സൈഡ് and the total of credit side of the account and enter the same on the side which is found short as the closing balance of cash and bank. അപ്പോൾ ഇനി ബാലൻസിങ് എന്നുള്ള ചടങ്ങാണ് ഏറ്റവും അവസാനമായിട്ട് നടക്കുന്നത്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്നതിൽ അവസാനമായിട്ട് സാധാരണ ക്യാഷ് ബുക്കൊക്കെ ബാലൻസ് ചെയ്യുന്നത് പോലെ ബാലൻസ് ചെയ്യുക. അവിടെ സാധാരണ ഇതിൽ നമുക്കറിയാം ഡെബിറ്റ് സൈഡിലായിരിക്കും കൂടുതൽ എമൗണ്ട്. അപ്പോൾ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് എങ്കിൽ അത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്കിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എവിടെയാണ് കുറവുള്ളത്, അതായത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും അപ്പോൾ കുറവുള്ളത്. ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഡൗൺ, അതായത് ക്ലോസിംഗ് ബാലൻസ് അവിടെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. എന്നാൽ അപൂർവം ചില സാഹചര്യങ്ങളിൽ, ഓവർഡ്രാഫ്റ്റ് ഉള്ള സാഹചര്യങ്ങളിൽ ബാങ്ക് ബാലൻസ് അവിടെ ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ ആണ് കുറവുണ്ടാവുക. അവിടെ ഡെബിറ്റ് സൈഡിൽ ക്ലോസിംഗ് ബാലൻസ് രേഖപ്പെടുത്തണം. ഈ രീതിയിലാണ് നമ്മളൊരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഇനി നമുക്കൊരു ഉദാഹരണത്തിലേക്ക് കിടക്കാം. പ്രിപ്പയർ ദ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഓഫ് ഗോൾഡൻ ക്രിക്കറ്റ് ക്ലബ് ഫ്രം ദ ഗിവൺ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് ഫോർ ദ ഇയർ എൻഡഡ് ഓൺ മാർച്ച് 31, 2020. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കേണ്ടത് എക്സാമ്പിളാണ്. ഗോൾഡൻ ക്രിക്കറ്റ് ക്ലബിൻ്റെ ക്യാഷ് ബുക്ക് സമ്മറിയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. മാർച്ച് 31, 2020 എടുത്തിരിക്കുന്ന ആ വർഷത്തെ 2019-20 കാലയളവിലെ റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സുമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അവ ഉപയോഗിച്ചുകൊണ്ട് ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്ന എക്സാമ്പിളാണ്. ചോദ്യത്തിലേക്ക് കടക്കുക. ക്യാഷ് ഇൻ ഹാൻഡ് ആസ് ഓൺ April 1, 2019 rupees 20,000. ക്യാഷ് അറ്റ് ബാങ്ക് ആസ് ഓൺ April 1, 2019 35,000. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കുമാണ് നൽകിയിരിക്കുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ് 20,000 ക്യാഷ് അറ്റ് ബാങ്ക് 35,000. ദെൻ സബ്സ്ക്രിപ്ഷൻ, അവിടെ 3 കാലയളവിലെയും സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. 2018-19, അതായത് പ്രീവിയസ് ഇയറിലെ കഴിഞ്ഞ വർഷത്തെ തുക ഈ വർഷം ലഭിച്ചത് 30,000 ആണ്. 2019-20 തനത് വർഷത്തെ അല്ലെങ്കിൽ നടപ്പ് വർഷത്തെ തുക ലഭിച്ചത് 2,25,000 രൂപയാണ്. എന്നാൽ അടുത്ത വർഷത്തേത് മുൻകൂട്ടി ലഭിച്ചിട്ടുണ്ട്. 2020-21 കാലയളവിൽ 10,000 റുപ്പീസ് മുൻകൂട്ടി ലഭിച്ചിട്ടുമുണ്ട്. ദെൻ ബിൽഡിങ്ങിന് വേണ്ടി ഡൊണേഷൻ ലഭിച്ചിരിക്കുന്ന 60,000 ആണ്. എൻട്രൻസ് ഫീസായിട്ട് 23,000 ലഭിച്ചിട്ടുണ്ട്. ദെൻ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് 20,000, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 38,750, ലൈറ്റിംഗ് ഇലക്ട്രിസിറ്റി ചാർജസ് ആണ് 26,250, റേറ്റ് ആൻഡ് ടാക്സസ് 17,000, ടെലിഫോൺ ചാർജസ് 2,600, പോസ്റ്റേജ് ആൻഡ് കൊറിയർ 2,000, വേജസ് ആൻഡ് സാലറീസ് 88,000, ഇൻഷുറൻസ് പ്രീമിയം 15,000, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് 18,000, ലോക്കർ റെന്റ് 42,000. ദെൻ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ് 2 lakhന്റെ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ദെൻ ക്യാഷ് അറ്റ് ബാങ്ക് ആസ് ഓൺ മാർച്ച് 31, 2020 70,000 ആണ്. ക്ലോസിംഗ് ബാങ്ക് ബാലൻസ് തന്നിട്ടുണ്ട് 70,000. എന്നാൽ ഇവിടെ നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ്, ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് കണ്ടുപിടിക്കണം. അപ്പോൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കി അതിൻ്റെ ക്ലോസിംഗ് ബാലൻസിൽ
70,000 ക്യാഷ് അറ്റ് ബാങ്ക് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു എക്സാമ്പിളിലൂടെ. ഇവിടെ എല്ലാത്തരം റെസീപ്റ്റ്സും ഡെബിറ്റ് ചെയ്യുകയും എല്ലാത്തരം പേയ്മെൻറ്റ്സ് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ആകെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഇതിലെ റെസീപ്റ്റ്സ് എന്നും ഏതൊക്കെയാണ് ഇതിലെ പേയ്മെൻറ്റ്സ് എന്നും മനസ്സിലാക്കുക മാത്രമാണ്. അപ്പോൾ നൽകിയിരിക്കുന്ന ചോദ്യത്തിൽ നിന്നും ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത്. മോണിറ്റർ ശ്രദ്ധിക്കുക, ടൈറ്റിൽ നൽകിയിരിക്കുന്നത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് മാർച്ച് 31, 2020. ദെൻ ആദ്യമായിട്ട് നമ്മൾ റെസീപ്റ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് ആണ് രേഖപ്പെടുത്തുന്നത്. ഓപ്പണിംഗ് ബാലൻസ് നമുക്കറിയാം, ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്കും നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഓപ്പണിംഗ് ബാലൻസ് ബ്രോ ഡൗൺ രേഖപ്പെടുത്തുന്നു ഡെബിറ്റ് സൈഡിൽ. അതിൽ ക്യാഷ് ഇൻ ഹാൻഡ് 20,000 ആണ്, ക്യാഷ് അറ്റ് ബാങ്ക് 35,000. രണ്ടും ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ തന്നെ ഓപ്പണിംഗ് ബാലൻസ് രേഖപ്പെടുത്തുന്നു. ദെൻ തുടർന്ന് എല്ലാ റെസീപ്റ്റ്സും ഡെബിറ്റ് ചെയ്യുന്നു. സബ്സ്ക്രിപ്ഷൻ റെസീപ്റ്റ് ആണ്. സബ്സ്ക്രിപ്ഷൻ 3 വർഷത്തെ തന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ, അതായത് 2018-19 കാലയളവിലെ 30,000, തനത് വർഷത്തെ അതായത് കറണ്ട് ഇയറിലെ 2019-20 2,25,000. അതുപോലെ അടുത്ത വർഷത്തെ മുൻകൂട്ടി ലഭിച്ചിട്ടുണ്ട്. 2020-21 10,000 റുപ്പീസ് മുൻകൂട്ടി ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ 2,65,000 രൂപ ആകെ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ തുക മുഴുവനും ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ ഡൊണേഷൻ ഫോർ ബിൽഡിങ്ങിന് വേണ്ടി ലഭിച്ച ഡൊണേഷൻ 60,000 ഡെബിറ്റ് ചെയ്യുന്നു. എൻട്രൻസ് ഫീസ് 23,000 ഡെബിറ്റ് ചെയ്യുന്നു. കാരണം റെസിപ്റ്റ് ആണ് എൻട്രൻസ് ഫീസ്. ദെൻ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, അത് ക്യാപിറ്റൽ ഐറ്റം ആണെങ്കിലും റെസിപ്റ്റ് ആണ്, ഡെബിറ്റ് ചെയ്യുന്നു. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് 20,000. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് റെസിപ്റ്റ് ആണ്, 80,000 ഡെബിറ്റ് ചെയ്തു. ദെൻ ലോക്കർ റെൻറ്റ് 42,000 ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് വാടകയായിട്ട് കിട്ടിയിട്ടുണ്ട്, അത് റെസിപ്റ്റ് ആണ്, 42,000. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിലെ എല്ലാ റെസിപ്റ്റ്സും ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി പേയ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 38,750 ഡെബിറ്റ് ചെയ്തു. ലൈറ്റിംഗ് ഇലക്ട്രിസിറ്റി ചാർജസ് ആണ്, 26,250 ഡെബിറ്റ് ചെയ്തു. ദെൻ റേറ്റ്സ് ആൻഡ് ടാക്സസ് 17,000 പേയ്മെൻറ്റ് ഡെബിറ്റ് ചെയ്തു. ടെലിഫോൺ ചാർജസ് 2,600 ഡെബിറ്റ് ചെയ്തു. ദെൻ പോസ്റ്റേജ് ആൻഡ് കൊറിയർ ചാർജസ് ആണ് 2,000 ഡെബിറ്റ് ചെയ്തത്. ദെൻ വേജസ് ആൻഡ് സാലറി 88,000. ദെൻ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് 15,000. ദെൻ പർച്ചേസസ് സെക്യൂരിറ്റീസ്, കാരണം സെക്യൂരിറ്റി ഷെയർ പോലെയുള്ള സെക്യൂരിറ്റികൾ വാങ്ങാൻ വേണ്ടി പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പർച്ചേസസ് സെക്യൂരിറ്റീസ് 2 lakh. ദെൻ അങ്ങനെ ടോട്ടൽ 4,83,000 ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്തു. അതേ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. അപ്പോൾ കൂടുതൽ എമൗണ്ട് ഡെബിറ്റ് സൈഡിലായതുകൊണ്ട് ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു, ബാലൻസ് ക്രെഡിറ്റ് ആവും. ക്യാഷ് അറ്റ് ബാങ്ക് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 70,000. അപ്പോൾ ബാലൻസ് ഫിഗർ ആയിട്ടാണ് നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് 23,400 കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് ലഭിച്ചത് നമുക്ക് മോണിറ്റർ ശ്രദ്ധിക്കുക, 4,83,000 ആയിരുന്നു ഡെബിറ്റ് സൈഡ് ടോട്ടൽ. അതിൽ നിന്നും ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 3,89,600 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 93,400 ആണ് ലഭിക്കുന്നത്. ആ 93,400 നിന്നും 70,000 നമുക്കറിയാം ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്. ബാക്കിയുള്ള അപ്പോൾ 93,400 നിന്നും 70,000 മൈനസ് ചെയ്ത് നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് ബാലൻസ് ഫിഗറായിട്ട് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് 23,400 ക്യാഷ് ഇൻ ഹാൻഡായിട്ട് നമ്മൾ ബാലൻസ് ഫിഗർ നമുക്ക് ലഭിക്കുന്നത്. സോ ഈ രീതിയിലാണ് നമ്മൾ ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്. ഓപ്പണിംഗ് ബാലൻസ് ബ്രോഡൗൺ ആയിട്ട് കൈവശമുള്ള പൈസയും ദെൻ ബാങ്കിലുള്ള പൈസയും ഡെബിറ്റ് ചെയ്യുന്നു. എല്ലാത്തരം റെസീപ്റ്റ്സും, അത് റവന്യൂ നേച്ചറുള്ളതാണെങ്കിലും ക്യാപിറ്റൽ നേച്ചറുള്ളതാണെങ്കിലും ഏത് പീരീഡും നോക്കാതെ തനത് വർഷം ലഭിച്ചതാണെങ്കിൽ എല്ലാ റെസീപ്റ്റ്സും നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ എല്ലാ പേയ്മെൻറ്റ്സും അത് ഏത് കാലയളവിലാണെങ്കിലും, അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ നേച്ചറുള്ളതാണെങ്കിലും റവന്യൂ നേച്ചറുള്ളതാണെങ്കിലും എല്ലാത്തരം പേയ്മെൻറ്റ്സും ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട്
ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും കണ്ടുപിടിക്കുന്നു. ദെൻ നിങ്ങൾക്ക് ഹോംവർക്കാണ് തരുന്നത്. അടുത്തൊരു ക്ലാസ്സിൽ ഇവ തയ്യാറാക്കി നമുക്ക് ചെയ്ത് നോക്കി ശരിയാണോ എന്ന് പരിശോധിക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും അടുത്ത ലെസൺ ഡീൽ ചെയ്യുമ്പോഴത്തേക്കും ഈ ഹോംവർക്ക് ചെയ്തു വരേണ്ടതാണ്. ഹോംവർക്ക് നിങ്ങൾക്ക് NCERTയുടെ ടെക്സ്റ്റ് ബുക്കിലും ലഭ്യമാണ്. NCERT അല്ലെങ്കിൽ SCERTയുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒന്നാമത്തെ എക്സസൈസ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ 1 നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് നൽകുന്നത്. ഹോംവർക്ക് നിങ്ങൾക്ക് പുസ്തകത്തിൽ നിന്നും ലഭിക്കും. പുസ്തകത്തിലെ അതായത് SCERTയുടെയോ NCERTയുടെയോ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലുള്ള ഒന്നാമത്തെ ചോദ്യമാണ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ 1 ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് തരുന്നത്. എല്ലാവരും അടുത്ത ലെസണിലേക്ക് വരുമ്പോഴും ഈ ഹോംവർക്ക് ചെയ്തു നോക്കുക. അപ്പോൾ ആ ചോദ്യം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഫ്രം ദ ഫോളോവിങ് പർട്ടിക്കുലേഴ്സ് ടേക്ക് ഫ്രം ദ ക്യാഷ് ബുക്ക് ഓഫ് എ ഹെൽത്ത് ക്ലബ്. ഒരു ഹെൽത്ത് ക്ലബിൻ്റെ ക്യാഷ് ബുക്കാണ്. അതിൽ നിന്ന് എടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപയോഗിച്ച് പ്രിപ്പയർ എ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. നൽകിയിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാം ഐറ്റംസ് ആണ്. നോക്കുക. ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡ് 5,000 ഉണ്ട്. ക്യാഷ് അറ്റ് ബാങ്ക് 25,000 ഉണ്ട് ഓപ്പണിംഗ് ബാലൻസ്. ദെൻ സബ്സ്ക്രിപ്ഷൻ ഒറ്റൊരു വർഷത്തെ തനത് വർഷത്തേത് മാത്രമേ ഉള്ളൂ. 1,65,000. ഈ വർഷം കിട്ടിയത് 1,60,000. ഇയർ വൈസ് ആയിട്ടുള്ള ബ്രേക്കപ്പ് ഒന്നും തരുന്നില്ല. ഈ വർഷം ലഭിച്ച മുഴുവൻ തുകയും തന്നിട്ടുണ്ട്. 1,65,000. ഡൊണേഷൻ 35,000 ഉണ്ട്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിയതാണ് 80,000. റെൻറ്റ് വാടക കെട്ടിടത്തിലാണ് നമ്മുടെ ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ റെൻറ്റ് അടച്ചത് 20,000 ഉണ്ട്. മറ്റ് ജനറൽ എക്സ്പെൻസസ് പൊതുവായിട്ടുള്ള ചിലവുകൾ 21,500 ഉണ്ട്. പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി 2,000 ഉണ്ട്. കൊറിയർ ചാർജ് 1,000 ഉണ്ട്. സൺട്രി എക്സ്പെൻസസ് അതായത് മിസലേനിയസ് എക്സ്പെൻസ് ആണ് 2,500. ദെൻ ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് 12,000 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തായിരിക്കും? അതായത് ക്ലോസിംഗ് ബാങ്ക് ബാലൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കി നമ്മൾ ബാലൻസിങ് ഫിഗറായിട്ട് അവിടെ ക്യാഷ് അറ്റ് ബാങ്ക് കണ്ടുപിടിക്കുക. അതാണ് ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് അസൈൻ ചെയ്യുന്നത്. അതിനു പുറമെ നമ്മളിവിടെ നമുക്കറിയാം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ എല്ലാത്തരം റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സും അതായത് റവന്യൂ എന്നോ ക്യാപിറ്റൽ എന്നോ വേർതിരിക്കാതെ എല്ലാത്തരം എക്സ്പെൻസുകളും എല്ലാത്തരം റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സും നമ്മൾ പരിഗണിച്ചു. എന്നാൽ തുടർന്ന് അങ്ങോട്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റോ ഒക്കെ തയ്യാറാക്കുമ്പോൾ ഐറ്റത്തിനെ ക്യാപിറ്റൽ എന്നോ റവന്യൂ എന്നും തരംതിരിച്ച് വേണം നമ്മൾ പരിഗണിക്കാൻ. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തുടർന്ന് തയ്യാറാക്കുമ്പോൾ റവന്യൂ ഐറ്റം മാത്രം, റവന്യൂ റെസീപ്റ്റ്സും റവന്യൂ പേയ്മെൻറ്റ്സും മാത്രമേ നമ്മൾ പരിഗണിക്കുകയുള്ളൂ. അതുപോലെ ബാലൻസ് ഷീറ്റിലാകട്ടെ ക്യാപിറ്റൽ ഐറ്റം മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ വ്യക്തത നമുക്കുണ്ടാവണം. ഏത് ഐറ്റം ക്യാപിറ്റൽ ഐറ്റമാണ്, ഏത് ഐറ്റം റവന്യൂ ഐറ്റമാണെന്നുള്ളൊരു വ്യക്തത നമുക്കുണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ആ പാഠഭാഗത്തേക്കാണ് നമ്മൾ കിടക്കുന്നത് അടുത്തായിട്ട്. അപ്പോൾ റവന്യൂ ഐറ്റവും ക്യാപിറ്റൽ ഐറ്റവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി കാണുന്നത്. റവന്യൂ ഐറ്റവും ക്യാപിറ്റൽ ഐറ്റവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ തുടർന്ന് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടോ ബാലൻസ് ഷീറ്റോ ഒക്കെ തയ്യാറാക്കൽ എളുപ്പമാവുകയുള്ളൂ. അപ്പോൾ ആദ്യമായി റവന്യൂ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആർ റിലേറ്റഡ് വിത്ത് ഡേ ടു ഡേ കണ്ടക്ട് ഓഫ് ബിസിനസ്. ഐ മീൻ ഹിയർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. സോ റവന്യൂ റെസിപ്റ്റ്സ് പേയ്മെൻറ്റ്സും ആണെങ്കിൽ അവ ബിസിനസ് ഇത്തരം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ദൈനംദിന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. എന്നാൽ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് പേയ്മെൻറ്റ്സ് ആവട്ടെ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് അക്വിസിഷൻ ഓഫ് അസറ്റ്സ് ഓർ റൈസിങ് ഓഫ് ലോൺ. അതായത് അസറ്റ് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഒരു ലോൺ എടുക്കുന്നതോ ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സിൽ വരുന്നത്. ദെൻ സെക്കൻഡ്ലി ഏറ്റവും പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് റവന്യൂ ഐറ്റംസ് റെക്കറിങ് നേച്ചർ ആയിരിക്കും, ആവർത്തന സ്വഭാവമുള്ളതായിരിക്കും. നിരന്തരം ആവർത്തിച്ച കൊണ്ടിരിക്കുന്ന ചെലവുകളോ വരുമാനങ്ങളൊക്കെ ആയിരിക്കും. അതായത് റവന്യൂ ഐറ്റംസ് ആകുമ്പോൾ അല്ലെ റവന്യൂ റെസിപ്റ്റ്സോ പേയ്മെൻറ്റ്സോ ആണെങ്കിൽ അവ എപ്പോഴും റെക്കറിങ് നേച്ചറാണ്, ആവർത്തിച്ചുണ്ടാവുന്നവയാണ്. ഉദാഹരണമായിട്ട് സാലറി എല്ലാ മാസവും കൊടുക്കേണ്ടതുണ്ട്, അല്ലെ റെൻറ്റ് അത് സ്ഥിരമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ അങ്ങനെയല്ല ക്യാപിറ്റൽ റെസിപ്റ്റ്സോ പേയ്മെൻറ്റോ ആണെങ്കിൽ അവ നോൺ റെക്കറിങ് ഇൻ നേച്ചറാണ്, ആവർത്തന സ്വഭാവം ഇല്ലാത്തവയാണ്. അതായത് ഇപ്പം
മിഷനറി വാങ്ങുന്നു അല്ലെ ഫർണിച്ചർ വാങ്ങുന്നു, അത്തരം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നോൺ റെക്കറിംഗ് ആണ്, ആവർത്തന സ്വഭാവമില്ലാത്തതാണ്. ദെൻ മൂന്നാമതായി റവന്യൂ ഐറ്റംസ് നോർമലി ബെനിഫിറ്റ്സ് വൺ അക്കൗണ്ടിങ് ഇയർ. ഒറ്റൊരു വർഷത്തേക്ക് മാത്രമേ റവന്യൂ ഐറ്റത്തിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ സാലറി കൊടുത്താൽ ആ വർഷത്തേക്ക് മാത്രമേ അതിൻ്റെ ഗുണം ലഭിക്കുന്നുള്ളൂ. അടുത്ത വർഷം ജീവനക്കാരുടെ സേവനം ലഭിക്കണമെങ്കിൽ വീണ്ടും സാലറി കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തനത് പക്ഷത്തെ റെൻ്റ് എന്ന് പറയുന്നത് ഈ വർഷം നമ്മൾ ആ ബിൽഡിംഗ് ഒക്യുപ്പൈ ചെയ്തതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പ്രതിഫലമാണ്. അടുത്ത വർഷം വീണ്ടും നമുക്ക് ആ റൂം ഒക്യുപ്പൈ ചെയ്യണമെങ്കിൽ റെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു വർഷത്തേക്ക് മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ അങ്ങനെയല്ല, ക്യാപിറ്റൽ റെസീപ്റ്റ്സോ പേയ്മെൻറ്റ്സോ ആണെങ്കിൽ ബെനിഫിറ്റ്സ് ഫോർ മോർ ദാൻ വൺ അക്കൗണ്ടിങ് ഇയർ. ഒരു അസറ്റ് വാങ്ങിയാൽ, ഒരു മോട്ടോർ വെഹിക്കിൾ വാങ്ങുന്നു, ഒരു മോട്ടോർ കാർ വാങ്ങുന്നു, ആ കാർ വാങ്ങിയതിൻ്റെ ഗുണം 8-10 വർഷത്തേക്ക് നമുക്ക് ലഭിക്കും. അപ്പോൾ ഒന്നിലധികം വർഷത്തേക്ക് ഗുണം ലഭിക്കുന്നവയാണ് അവിടെ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ അവസാനമായി റവന്യൂ ഐറ്റംസ് ആകുമ്പോൾ റെക്കോർഡഡ് ഇൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് നമ്മൾ റവന്യൂ ഐറ്റംസ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ ക്യാപിറ്റൽ ഐറ്റംസ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിലാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൽ നിന്നും റവന്യൂ ഐറ്റംസും ക്യാപിറ്റൽ ഐറ്റവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിച്ചിട്ടുണ്ടാവാം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു അസൈൻമെൻറ്റ് തുടർന്ന് നിങ്ങൾക്ക് നൽകുന്നത്. ശ്രദ്ധിക്കുക, കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു അസൈൻമെൻ്റ് ആണ്. ക്ലാസിഫൈ ദ ഗിവൺ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഇൻ ടു ക്യാപിറ്റൽ റെസീപ്റ്റ്സ്, ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ്, റവന്യൂ റെസീപ്റ്റ്സ് ആൻഡ് ഓൾസോ റവന്യൂ പേയ്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കുറേ റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സും ഉണ്ട്. അതായത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്നതിന് മുന്നോടിയായിട്ട് പ്രധാനപ്പെട്ട ചില റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സ് നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. ആ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സിനെ ക്യാപിറ്റൽ റെസീപ്റ്റ്സ്, ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ്, റവന്യൂ റെസീപ്റ്റ്സ്, റവന്യൂ പേയ്മെൻറ്റ്സ് എന്നിങ്ങനെ 4 തലക്കെട്ടുകളായിട്ട് തരംതിരിച്ച് ഒരു പട്ടിക തയ്യാറാക്കലാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അസൈൻമെൻറ്റ്. അപ്പോൾ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഒന്നുകൂടി ആ ചെലവിനങ്ങളെ റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സും നമുക്ക് ഒന്നുകൂടി പരിചയപ്പെടാം. ഡൊണേഷൻ, ജനറൽ ഡൊണേഷൻ ഉണ്ട്, സ്പെസിഫിക് പർപ്പസ് ഡൊണേഷൻ ഉണ്ട്, എൻട്രൻസ് ഫീസ്, ലെഗസീസ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, സബ്സ്ക്രിപ്ഷൻസ് ഫ്രം മെമ്പേഴ്സ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ്, സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ്, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, ഇൻട്രസ്റ്റ് or dividend on investments, proceeds from charity shows, sale of scrap, grant in aid, interest or dividend on specific fund investments, and last one miscellaneous receipts. ഈ വിവിധ റെസിപ്റ്റുകളെ ക്യാപിറ്റലായിട്ട് റവന്യൂ ആയിട്ട് തരംതിരിക്കണം. അതോടൊപ്പം തന്നെ വിവിധ പേയ്മെൻറ്റ്സ്, നമ്മൾ നേരത്തെ പരിചയപ്പെട്ട വിവിധ പേയ്മെൻറ്റ്സ്, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്, പർച്ചേസ് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സെക്യൂരിറ്റീസ്, printing and stationery, postage and courier charges, advertisements, wages and salary, honorarium, telephone charges, electricity and water charges, repairs and renewals, upkeep of playground, conveyance charges, subscription for periodicals, audit fees, entertainment expenses, municipal taxes, charity, and last one insurance. ഈ പേയ്മെൻറ്റ്സിനെ ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് ആയിട്ടും റവന്യൂ പേയ്മെൻറ്റ്സ് ആയിട്ടും തരംതിരിച്ച് പട്ടിക തയ്യാറാക്കുക. ഇതാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അസൈൻമെൻറ്റ്. എല്ലാവരും അടുത്ത ഒരു സെഷനിലേക്ക് പങ്കെടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഇവ പട്ടികപ്പെടുത്തുക. എങ്കിൽ മാത്രമേ നമുക്ക് തുടർന്നുള്ള റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിന് ശേഷമുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.